ഹലോ ഗൈസ്, വീണ്ടും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നലെ രാത്രി ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്ത് നിന്നപ്പോൾ ഒരു സമയം ഏകദേശം 4:39 കാണും. ഇന്നലെ രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ ഉടനെ എക്സ്ട്രാ വർക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇന്നലെ സബ്മിറ്റ് ചെയ്ത് വെച്ചു. കാരണം അടുത്ത ദിവസത്തേക്ക് ഞാൻ ഒരുപാട് പ്ലാനിങ് വിചാരിച്ചതാണ്, അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ അടുക്കളയിൽ പോയപ്പോൾ അമ്മ കുറച്ച് ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്കത്ര ബോധിച്ചില്ല. അപ്പം ഞാൻ ഒരു 3 മുട്ട എടുത്തോട്ടോ. എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഒരു 3 മുട്ട എടുത്ത് ഞാനിങ്ങനെ കഴിക്കാറ്. ഞാനിതൊരു ജാപ്പനീസ് റെസിപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പാലൊഴിച്ചിട്ടുണ്ടാക്കുന്നത് അത് ശരിക്കും ഫ്ലഫി ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതൊരു ജിഗ്ലി ഷേപ്പായിട്ട് കാണുന്നുണ്ടല്ലേ, അത് ഈ മുട്ടയുടെ ഒരു പ്രത്യേകതയാട്ടോ. പിന്നെ ഓവർ കുക്കാക്കില്ല, ചെറിയൊരു സ്ലൈമി ടെക്സ്ചർ, നമ്മൾ ഈ കലക്കിയൊക്കെ പറയില്ലേ, ആ ടെക്സ്ചർ വരും കേട്ടോ. പിന്നെ എനിക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മുഴുവൻ നല്ല മണമായിരിക്കും മുട്ട. പിന്നെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം ഞാൻ അവിടെ മുഴുവൻ നല്ല സിങ്കൊക്കെ വൃത്തിയായി കഴുകി കൊടുത്തു. ഇനിയിപ്പോൾ മുട്ടയുടെ മണം കൊണ്ട് എന്തെങ്കിലും ആവണ്ടെന്ന് പറഞ്ഞു. പിന്നെ പാത്രമൊക്കെ കഴുകിയപ്പോഴാണ് എനിക്ക് സ്കിൻ കെയർ ചെയ്യണമെന്ന് തോന്നിയത്. ഏകദേശം ഒരു 4-5 ആഴ്ചയിലധികം ഇപ്പോൾ ജോലി കണ്ടിന്യൂസ് ആയി വന്നു കാരണം ഇതൊന്നും നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് ഓറഞ്ച് പൗഡറും അപ്പോൾ കുറച്ച് ലേപനങ്ങളൊക്കെ തേച്ച് പോയതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ബൈ.